അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ എക്സ്പെരിമെൻറ്റിൽ ഞാൻ സൈനോടൈപ്പ് കൊളോയിഡൽ പ്രോസസ്സ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, ട്രൈ ചെയ്യുക. അപ്പം കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി, കുറേ ഫെയിലായി. ഇതെൻ്റെ 6th അറ്റംപ്റ്റാണ്. സൈനോടൈപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഇവിടെ ഇത് ഒബ്ജക്റ്റ് എവിടെ നിൽക്കുന്ന ആ ഫോക്കൽ പോയിന്റ് കൃത്യം മുന്നോട്ടോ പുറകോട്ടാക്കുക. ഔട്ട് ഓഫ് ഫോക്കസ് ആവാതെ പക്കയാക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ അമോണിയം പെറിസിട്രേറ്റ് 25 grams തന്നെ മെഷർ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 gram 100 ml വാട്ടറിലാണ് മിക്സ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ. നമുക്കിനി പൊട്ടാസ്യം ഫെറിസയനൈഡ് എടുക്കാം. അത് നമ്മൾ 10 gram അളന്നാൽ മതി. 10 gram നേരത്തെ പറഞ്ഞ 100 ml വെള്ളത്തിൽ മിക്സ് ചെയ്യണം. ഞാൻ ഇവിടെ ഡാർക്ക് റൂം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ 2 കെമിക്കൽസും ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പം അത് ആ രീതിയെ കൈകാര്യം ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ നല്ല ടൈം പിടിക്കും ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. കാരണം സഡൻ റിയാക്ഷൻ അല്ലെങ്കിലും എനിക്ക് എൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി നല്ല മെത്തേഡിൽ തന്നെ ചെയ്യേണ്ടി വരുന്നു. സാധാരണ ഈ സൈനോടൈപ്പിൻ്റെ പ്രോസസ്സിൽ ഡയറക്റ്റ് സൺലൈറ്റോ UV ലൈറ്റോ വെച്ചാണ് എക്സ്പോസ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കിവിടെ ഒരു പ്രോപ്പർ ഇമേജ് ഇല്ല. ഞാനൊരു ഫോട്ടോഗ്രാഫി സ്റ്റൈലിലാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ലെൻസിലൂടെ സ്കാറ്റർ ആവുന്ന ലൈറ്റിനെ പേപ്പറിൽ പ്രോസസ്സാക്കി എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്യണം. സാധാരണ സൈനോടൈപ്പ് ചെയ്യുന്ന 1:1 റേഷ്യോ തന്നെയാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എക്സ്പോസ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഇനി 2 ദിവസം കഴിഞ്ഞ് കാണാം. അപ്പോൾ നമുക്കെടുക്കാം. നല്ല UV ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും ഇമേജ് ഇടാൻ പോകുന്നത്. അങ്ങനെ സൈനോ പ്രോസസ് കഴിഞ്ഞു. ട്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക്. ആപ്പ് ഒരു നെഗറ്റീവ് ആക്കിയതാണ്. ഇനി ഇതാണ് റിയൽ ഇമേജ്. അപ്പോൾ ഓക്കെ.